നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു മിനിറ്റ്, ഇതൊന്നും പിടിക്കൂ. ഓക്കെ മാം. അപ്പൊ നീ വന്നു. നീ പേടിച്ച് വരില്ലെന്നാ ഞാൻ കരുതിയത്. വന്നത് എന്തായാലും നന്നായി. ഞാൻ അവാർഡ് വാങ്ങുന്ന രംഗം നിനക്ക് ലൈവായിട്ട് തന്നെ കാണാലോ. എന്താന്ന് പറഞ്ഞത്? ഞാൻ ഇവളുടെ ഈ ശ്യാമയുടെ അടുത്ത് പാട്ട് പഠിക്കാൻ ചെല്ലണോന്നല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇവൾക്ക് ദൈവം പാട്ട് പാടാനുള്ള കഴിവ് കൊടുത്തിട്ടും അതിൽ യാതൊരു കാര്യമില്ലെന്ന്. ബുദ്ധി, പ്രായോഗിക ബുദ്ധി, അതാണ് പ്രധാനം. എനിക്കും എന്റെ മമ്മിക്കും ആവശ്യത്തിലേറെ ഉള്ളതും നിനക്കും നിന്റെ ഭർത്താവിനും ഇല്ലാതെ പോയതും ആ ബുദ്ധിയാ. പാടാൻ അറിയാത്ത വിസ്മയ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള സമ്മാനം, അതും നിറഞ്ഞ സദസ്സിൽ വെച്ച് വാങ്ങുക. വന്ന് രണ്ടാളും കൺകുളിർക്കെ കാണ്. എന്തായാലും രണ്ടാളും ഇവിടം വരെ വന്ന് കഷ്ടപ്പെട്ടതല്ലേ? സൗജന്യം എന്ന നിലയിലും ഞാനൊരു ഓഫർ തരാം. അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാലേ ഇവിടെ അവരൊരു ഗംഭീര ഡിന്നർ എനിക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി നീയും കുറെ കഷ്ടപ്പെട്ടതല്ലേ? അതുകൊണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാ രണ്ടാളും മൂക്കുമുട്ടെ തട്ടിയിട്ട് പോയിക്കോ. ഞാനിവരോട് റെക്കമെൻഡ് ചെയ്യാം. എന്താ? ഞാൻ അവാർഡ് വാങ്ങുന്നതേ രണ്ടാളും കൺകുളിർക്കെ തന്നെ കാണണം കേട്ടോ. അപ്പൊ ഓക്കെ. സാറ് നിർബന്ധിച്ചിട്ടാ ഞാൻ വന്നേ. കേട്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന്? സാർ എന്താ പറയാൻ വന്നേ? സാർ എന്താ പറയാൻ ഒരുങ്ങേ? എന്താ? അല്ല, നമ്മളിവിടെ വന്നത് തെറ്റായി പോയെന്നാ ഞാൻ പറഞ്ഞേ. അല്ല, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോ എന്റെ തോന്നൽ വെറുതെ ആയില്ല. നീയും ശ്യാമയും അവാർഡ് ഫംഗ്ഷന് പൊയ്ക്കോന്ന് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെയാ അപ്പൊ എനിക്ക് തോന്നിയത്. അതാ ഞാൻ വരാന്ന് പറഞ്ഞ. അത് വെറും തോന്നലായിരുന്നില്ല. എന്തൊക്കെയാ സാറി പറയുന്നത്? അതെ ശ്യാമ, അങ്ങോട്ട് നോക്കി. അവിടെ കണ്ണൻ. എവിടെ എവിടെ കണ്ണൻ? അല്ല, അവിടെ കണ്ണൻ ഉണ്ടായിരുന്നു. കണ്ണനോ? ആ അതെ, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. സർ, അവിടെ ആരും ഇല്ലല്ലോ. എന്തൊക്കെയാ പറയുന്നേ? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. സർ, പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം താമസിയാതെ തനിക്ക് മനസ്സിലാവും. സർ, എന്താ ഇതൊക്കെ? കണ്ണന്റെ മായകൾ. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വിസ്മയ പാടിക്കോളൂ. അല്ല, അത് എന്തു പറ്റി? എനിക്ക് ശബ്ദം കുറച്ച് പ്രശ്ന. ഏയ്, അത് കാര്യാക്കണ്ട.
ഇവിടെ അവാർഡിന് പരിഗണിച്ച ആ പാട്ടില്ലേ, അത് മതി. ഇപ്പൊ ഒരു പാട്ടും പാടാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. അതെന്താ? എന്റെ ശബ്ദം പോയി. ശബ്ദം പോയെന്നോ? ഇപ്പൊ വിസ്മയ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് എന്റെ മമ്മി ഒപ്പം ഇല്ലല്ലോ. മമ്മി ഉണ്ടെങ്കിലേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അല്ല, അരുന്ധതി എന്താ വരാഞ്ഞേ? മമ്മി ചെന്നൈ പോയിരിക്ക. വിസ്മയ, എല്ലാവരും വിസ്മയുടെ പാട്ട് കേൾക്കാൻ വെയിറ്റ് ചെയ്യണം. പാടിയില്ലെങ്കിൽ പ്രശ്നമാവും. എന്റെ ഈശ്വര, ഇനി എങ്ങനെ എവിടുന്ന് രക്ഷപ്പെടാ? ആ, ഒരു വഴിയുണ്ട്. എനിക്ക് തല ഇറങ്ങുന്ന പോലെ. അയ്യോ, വിസ്മയ. എന്താ മോളെ? എനിക്ക് വയ്യ. അയ്യോ, പിടിച്ചേ. അയ്യോ വിസ്മയ, അങ്ങോട്ട് എത്ത്. അങ്ങോട്ട് ആ കസേരയിലെടുത്ത്, ആ കസേര. ഈ വിസ്മയ എന്താ ഇങ്ങനെ? പാട്ട് പാടുന്ന കാര്യം വരുമ്പോ ഇങ്ങനെ പെരുമാറുന്നത് എന്താ? അവാർഡിന് അർഹമായ പാട്ട് ശ്യാമ പാടട്ടെ. ആരാ ശ്യാമ? ഇതിൽ ശ്യാമ ആരാ? ശ്യാമ ആരാ? പ്ലീസ് എഴുന്നേൽക്ക്. ചമ എഴുന്നേക്ക് ചമ. ചമ എഴുന്നേക്ക്. ചെല്ല്. ശ്യാമ വന്നോ? ഓ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.